സംശയമുണ്ട്. പ്രിൻസിപ്പലിൻ്റെ ഉണ്ട്, ലതാ മാമിലും ഉണ്ട്. അതിനകത്ത് എന്ത് സംഭവിച്ചു എന്ന് ഇവർ പറയണം. അതിൻ്റെ അകത്ത് CCTV വിഷ്വൽസ് എന്തായിരുന്നു, അവിടെ അവർ സംസാരിച്ചത് എന്തൊക്കെയാണ്. അവന് നല്ല ടെൻഷൻ ഇല്ലാണ്ട് അവ അത് ചെയ്യൂല. ഈ പറയുന്ന പ്രിൻസിപ്പളും ലത, ഈ പറയുന്ന മൂന്നാമതൊരു ലേഡി, ഒരു പ്രൊഫസർ, അപ്പൊ അവർ മൂന്നുപേരാണ് പ്രതികൾ തീർച്ചയായിട്ടും. കാര്യം അവരെ മുമ്പേ ആണല്ലോ ഈ ഒരു ഹരാസ്മെന്റ് നടന്നിട്ട് അവൻ കരഞ്ഞുകൊണ്ട് പോകുന്നതായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ വീഡിയോയിൽ വന്നതായിട്ട് പറയുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് അറിഞ്ഞൂടാ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിഞ്ഞൂടാ. ഇതിന്റെ ഇടയ്ക്ക് പിന്നെ ഈ ലതാ മാം അവന്റെ ക്ലാസ്സിലെ പിള്ളേരുടെ അടുത്ത് പോയിട്ട് കുറച്ച് ഇത് പറയാൻ നോക്കിയിട്ടുണ്ടെന്ന്. അവൻ എന്റെ ഡ്യൂഡ് അല്ലേ, അവന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത്. കാരണം അതിവൻ ചാടിയതിന് ശേഷം ഒരുപക്ഷെ പിള്ളേരൊന്നും സിമ്പതി പിടിച്ച് പറ്റാൻ വേണ്ടി അവർ ചെയ്തതായിരിക്കും. അതല്ലാണ്ട് അവരിങ്ങനെ ചെയ്യൂല. എന്നിട്ട് അവർ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്ന ഫോട്ടോസ് ഫുൾ അവർ ഡിലീറ്റ്. അവർ ഭാഗത്ത് ഒരു തെറ്റില്ല എന്നുണ്ടെങ്കിൽ അവരത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണം? അവർ ഇൻസ്റ്റയിലെ ഫോട്ടോസൊക്കെ അവർ എടുത്ത് മാറ്റിയിരിക്കണം. ഇൻസ്റ്റ നിങ്ങൾ ആര് ചെക്ക് ചെയ്ത് നോക്കിയാലും അവരുടെ ഇൻസ്റ്റയിൽ ഇപ്പോൾ ഒരു ഫോട്ടോയും ഇല്ല. പക്ഷേ നമ്മൾ അവരെ ഫോട്ടോ ഇല്ല, അത് ടീച്ചറിന്റെ ഫോട്ടോ ഇല്ല. ലതാ മാം ഇങ്ങനെ എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ലതാ മാം നോട്ട്സ് അയച്ചു കൊടുത്ത് പഠിക്കാനുള്ളതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നല്ല സപ്പോർട്ടീവാണ് എന്നുള്ള രീതിയിലൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ മാം എപ്പോഴും സ്റ്റുഡൻസ് പഠിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു മാമാണ്. പഠിക്കുക എക്സാം ലാസ്റ്റ് സമയമായാലും ഇപ്പോൾ ഇന്റേണൽസ് എക്സാമിനൊക്കെ നന്നായിട്ട് നോട്ട് പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മാമാണ്. മാമിനെ പറ്റിയിട്ട് അങ്ങനെ ഇതുവരെ ഒരു കുട്ടികളും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. കഴിഞ്ഞ ഗ്രാജുവേഷൻ ഡേക്ക് പോലും എല്ലാ കുട്ടികളും സംഗീത മാമിനെ പറ്റിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. മേ ബി മാം ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഇപ്പൊ യൂഷ്വലി അത് ഉള്ളതാണ്. ഇപ്പൊ നമുക്കിപ്പോ ഇത്ര ഒരു സാറ് സംസാരിക്കുമ്പോൾ എങ്ങനെ തിരിച്ചു പറയാൻ പറ്റും? അപ്പൊ മാം സൈലന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാകാം. മാമിനെ പറ്റി അധികം കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവരെല്ലാം മാറ്റി. അവന്റെ അമ്മയും അച്ഛനെ വിളിച്ചിട്ട് കിട്ടിയില്ല. ശരി, അവന് 2 സഹോദരിമാരുണ്ട്, സഹോദരന്മാരും ഉണ്ട്. അവരെ വിളിക്കാനുള്ള ഒരു ബാധ്യത ഇവർക്കില്ലേ? അവന് തൊട്ടടുത്ത് നിർത്തി ചോദ്യം ചെയ്യുന്ന സമയത്തിന് അതിന്റെ വീട്ടുകാരെ നമ്പർ ഇടും. അപ്പൊ അമ്മ അച്ഛനെ വിളിച്ചിട്ട് ഇവർ പറഞ്ഞു അത് കിട്ടിയില്ല, അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പോലീസിന് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പിന്നെ അവനെ അടുത്ത് നിർത്തിയിട്ട് അവന്റെ ഫോണും അവരെ കയ്യിലുണ്ടല്ലോ. നിന്റെ പാരന്റ്സിനെ അല്ലെങ്കിൽ നിന്റെ വീട്ടുകാരെ വിളിച്ചാൽ കിട്ടണ ഒരു നമ്പറിൽ എടുത്ത് കോൾ വിളിച്ച് തരാൻ പറഞ്ഞിട്ട് നമുക്ക് നമ്മളടുത്ത് അവർക്കൊന്ന് സംസാരിക്കാമായിരുന്നല്ലോ. അവരതൊന്നും ചെയ്തിട്ടില്ല. ഏറ്റവും അവസാനം പറയുന്നുണ്ട് പോലീസിന് ഫോൺ കൈമാറിയത് പ്രിൻസിപ്പൾ ആണെന്ന് പറയുന്നുണ്ട്. ഈ ഫോൺ അവിടെ വെച്ചിട്ട് അല്ലെങ്കിൽ ആ കൊച്ചു ഫോൺ വെച്ചിട്ട് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവന്റെ മാനസികാവസ്ഥ എത്രത്തോളം വേദനയാണെന്ന് അവരെങ്കിൽ എന്തുകൊണ്ട് പിറകെങ്കിൽ പോയില്ല. അതും അവർ ചെയ്തിട്ടില്ല. ഫോൺ വെച്ചിട്ട് പോയി. അപ്പൊ അവിടെ എങ്ങനെ അവൻ ഫോൺ അവിടെ വെച്ചിട്ട് പോകും? എങ്ങനെ വെച്ചിട്ട് ഇപ്പോഴത്തെ പ്രായത്തിലുള്ള പിള്ളേരെ എങ്ങനെയാണ് അവരെ കയ്യിൽ എപ്പോഴും ഫോൺ അവർ വെച്ചേക്കുള്ളൂ. അപ്പൊ ഫോൺ ഈ പ്രശ്നം നടന്നിട്ട് അവൻ ഫോൺ അവിടെ വെച്ചിട്ട് അങ്ങ് പോയി. ആ ഒരു പൊക്കത്തിൽ നിന്ന് ചാടി എന്ന് പറയുന്നത് അതൊരു വലിയ പൊക്കമല്ല. ആ വലിയൊരു പൊക്കമായിട്ട് പറയുന്നില്ല. അവർ ആദ്യം പറഞ്ഞ് 3 നിലയുടെ മണ്ടയെന്ന്, പിന്നെ പറഞ്ഞ് 5 നിലയുടെ മണ്ടയെന്ന് ചാടിയെന്ന്. ഇപ്പൊ ഒരു ഭാഗം കാണിച്ചിട്ട് ആ ഭാഗത്തിൽ നിന്നാണ് അവൻ ചാടിയെന്ന് പറയുന്നത്. ചാടിയ ഭാഗത്ത് വെട്ടുകല്ലിന്റെ കിടപ്പുണ്ട്. ആ വെട്ടുകല്ല് ഇടിച്ചു കഴിഞ്ഞാൽ രക്തമൊക്കെ അവിടെ സ്പ്രെഡ് ആവത്തില്ലേ? അങ്ങനെ ഒന്നുമില്ല. അതുപോലെ അവൻ എന്ത് ട്രീറ്റ്മെന്റ് അവിടെ അവർ മെഡിക്കൽ കോളേജിൽ കൊടുത്തു. അവിടെ ഒരു ഫെസിലിറ്റി ഇല്ലെങ്കിൽ അവർ വേറെ അടുത്ത് കൊണ്ടുപോകത്തത്. 3 മണിക്കൂറോളം അവൻ ജീവനോടെ ഉണ്ടായിരുന്നില്ലേ? 1:30 ചാടിയുമ്പോൾ 3:30 മരിച്ചത്. എങ്കിൽ പിന്നെ അവർക്ക് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൂടായിരുന്നു അവനാ.